ജി വേഗം അങ്ങോട്ട് വാന്ന് ഇതൊന്ന് വേഗം തീർക്കണം. ഒരുപാട് അവിടെയും ഇവിടെ എല്ലായിടത്തും പറയാനുള്ള കല്യാണം. ആ അസീസേ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വരി ഇങ്ങോട്ട് കയറിയിരിക്കും. എന്തൊക്കെ കോളുണ്ടല്ലോ രണ്ടാളൂടി. എവിടെ നസറു തന്നെ തീരെ കാണാനല്ലോ. എവിടെ എന്തിത്താ വാപ്പയും മോനും കൂടി അങ്ങനെ പോകുന്നത്? എന്തോ കോളുണ്ടോ? എടേ രണ്ട് ചായ വേണമല്ലോ. ചായ കുടിക്കാനൊന്നും നേരല്ല സേ. ഈ ഏരിയ കംപ്ലീറ്റ് എനിക്ക് കല്യാണം വിളിച്ച് തീർക്കാനാ. ഈ മോന്റെ കല്യാണം വിളിച്ച് വന്നയാണ്. ആ കത്തും കെടു കത്തുന്ന സേ. അടക്ക് പോലെ ചായ കുടി. ആ ഒന്ന് മോനും കൂട്. അത് ശരി, ഇവന്റെ കല്യാണം അല്ലേ ഇത്? ഇവനിപ്പോ എന്താ ജോലി ശരിയായിക്കണോ? ആ ഉണ്ട്, ജോലിയൊക്കെയാണ്. 2 വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. ആ ജോലിയൊക്കെ. പെണ്ണ് എവിടുന്നാ ഇത്? പെരുമണ്ണാണ് കുളിക്കത്താക്ക് നമ്മളെ. പെരുമണ്ണല്ലേ? എന്തോ കുട്ടിക്ക് എന്തോ ജോലി ഉണ്ടോ? ആ ജോലിയുണ്ട്, നഴ്സിങ്ങിന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പോട്ടെ. ആ നേഴ്സിംഗ് പഠിക്കണ അല്ലേ? കുട്ടീനെ പറ്റി അന്വേഷിച്ചില്ലേ? എന്താ പസേ ഈ അങ്ങനെ ചോദിക്കാൻ കാരണം? ഈ കുട്ടീനെ പറ്റി നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കേണ്ട കേസ് ഉണ്ടോ അങ്ങനെ? അല്ല, ഞാനത് അങ്ങനെ പറഞ്ഞല്ല. മുമ്പ് ഇതേമാതിരി നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ഒരു കഥ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ. എന്താ കഥ? അല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളതല്ല. അതൊരു നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടീന്, ആ കുട്ടീനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പ്രേമിച്ച് പോലും തമ്മിൽ മുടിഞ്ഞ പ്രേമോ, എന്തൊക്കെ എതിർപ്പുകളാണ്. ഈ കുട്ടീൻ്റെ ആങ്ങളാർ വന്ന് ഓനെ അടിച്ച് പഞ്ചറാക്കി, ഓനെ ഇങ്ങോട്ടും അടിച്ച് കുണ്ട കച്ചറ. ലാസ്റ്റ് ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് ഇവരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട മാതിരി സാധനവും മരിച്ചു നേരെ പേപ്പറിൽ കൊടുത്താഞ്ഞീന് പോലെ. അല്ല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അല്ല, നിങ്ങളെ പറ്റിയല്ല കേട്ടോ. അങ്ങനെ അവസാനം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ കൂടി ഈ പെണ്ണിനെ പിടിയാലെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്, അതിലേക്ക് പിന്നെ ഈ പെണ്ണിന്റെ ആങ്ങളാർക്ക് നിൽക്കേണ്ടി വന്ന്. അല്ലപ്പാ, ഇത് കൊച്ചി രാജാല സിനിമയിലെ കഥയല്ലേ ഇത് പറഞ്ഞത്? അല്ല സേ, ഇതൊരു സിനിമയിലെ കഥ ഇപ്പൊ ഇതുവരെ പറഞ്ഞു. ഇത് പിന്നെ അതൊരു സിനിമയിൽ വന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടല്ല, നമ്മളതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സൂചിപ്പിച്ചാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ശ്രദ്ധിക്കണോ? ആയിക്കോട്ടെ, നമ്മള് നേരെ ഇരുടായി. നമ്മളവിടെ പോട്ടെ. അല്ലാടക്ക് എന്തേ? അത് കുട്ടീന് വാപ്പനെ പറ്റി എന്തോ അന്വേഷിച്ചോ? അതേമാതിരി വാപ്പന്റെ ഒരു കഥ വേറെ പറയാനുണ്ട്. രാവിലെ ഇറങ്ങി, ഇപ്പൊ രാത്രിയായി. ഇനി സിനിമ കഥ കേട്ടുത്തിരിക്കുന്നു.